കർത്താവ് നിങ്ങളോടുകൂടെ വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 24, 13 മുതലുള്ള തിരുവചന ഭാഗം. യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായിരുന്നു. അവരിൽ ക്ലെയോപ്പാസ് എന്നു പേരുള്ള ഒരുവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലർ കല്ലറയിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ തക്കവിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പമുണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റ് ശിമിയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ഉത്ഥാന തിരുനാളിനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. പ്രത്യാശയുടെ തിരുനാൾ, സമാധാനത്തിൻ്റെ തിരുനാൾ, സന്തോഷത്തിൻ്റെ തിരുനാൾ. ഇന്നത്തെ 2 വായനകളിൽ നമ്മൾ കാണുക, മ്ലാനവദനരായിരുന്ന ചില വ്യക്തികൾ സന്തോഷിച്ച് ഉല്ലസിക്കുന്നത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവർ ഉത്ഥാന തിരുനാളിൻ്റെ സൽഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് മ്ലാനവദനം മാറിയിട്ട് അവർക്ക് ആനന്ദിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടായത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ, നേരെ നിൽക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ അവൻ അവസാനം തുള്ളിച്ചാടുക, ആനന്ദത്തോടെ തുള്ളിച്ചാടുന്നു. കാരണം എന്താണ്? പത്രോസ് യേശുവിൻ്റെ നാമത്തിൽ അവന് സൗഖ്യം കൊടുത്തു. ആ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവത്തിൽ അതിലേറെ അത് നടന്നത് യേശുവിൻ്റെ നാമത്തിലാണ് എന്നതുകൊണ്ട് അവൻ ആഹ്ലാദിച്ച്
തുള്ളിച്ചാടുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അത്ഭുതം നടത്താൻ പറ്റിയെങ്കിൽ എന്നുള്ള മോഹം ഉണ്ടായിരിക്കും. ഇനി അതിന് നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒന്ന്, സ്ഥിരമായ പ്രാർത്ഥനയുണ്ടായിരുന്നൊരു വ്യക്തിയാണ് പത്രോസ്. ഇന്ന് നമ്മൾ കണ്ടു പ്രാർത്ഥനയുടെ സമയം, പ്രാർത്ഥനയ്ക്ക് കൃത്യമായിട്ട് പോയിരുന്ന പത്രോസ്, അവനിലുണ്ടായിരുന്ന ഈ പ്രാർത്ഥന മൂലം അവനിലുണ്ടായിരുന്നൊരു അഭിഷേകം, അത് വെച്ചാണ് ഈ അത്ഭുതകരമായ കാര്യം ചെയ്യാൻ അവന് സാധിച്ചത്. മാത്രമല്ല അവൻ്റെ സ്വർണത്തെക്കുറിച്ചോ വെള്ളിയെക്കുറിച്ചോ ഒന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ അവൻ്റെ കഴിവിനെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. നസ്രായനായ യേശുവിൻ്റെ നാമം എൻ്റെ പക്കലുണ്ട്, ആ നാമത്തിൽ എനിക്ക് ചിലതൊക്കെ തരാൻ പറ്റും. അവൻ ആശ്രയിച്ചത് സ്വന്തം കഴിവിലല്ല, ദൈവത്തിലാണ്, ദൈവത്തിൻ്റെ നാമത്തിൽ. ആ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും മുട്ടുമടക്കും എന്നുള്ളത് വചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. 1 സാമുവേൽ 17-ാം അധ്യായം. ഗോലിയാത്ത് അജാനഭാവ്, പക്ഷേ അവനെതിരെ വരുന്ന ദാവീദ് അവൻ്റെ സൈസൊക്കെ വളരെ ചെറുതായിരുന്നു. പക്ഷെ അവൻ സൂചിപ്പിച്ചൊരു കാര്യം, നീ വരുന്നത് ആയുധങ്ങളുമായിട്ടാണ്, പക്ഷെ ഞാൻ വരുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ്. ആ ദൈവം നിന്നെ എൻ്റെ കരങ്ങളിൽ വെച്ച് തരും, ഞാൻ നിന്നെ കൊല്ലും, നിൻ്റെ ശരീരം പക്ഷികൾക്ക് ഭക്ഷണമായിട്ട് ഞാൻ ഇട്ടുകൊടുക്കും. ഇതെല്ലാം സംഭവിക്കുന്നത് കാണാൻ സാധിക്കും ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ സ്വർണ്ണമാണോ വലുത്, നമ്മുടെ കഴിവുകളാണോ വലുത്, അതോ ദൈവത്തിൻ്റെ നാമമാണ്? നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്താൽ നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ ഇന്ന് പലർക്കും സംഭവിക്കുന്നത്, നമ്മളിന്ന് സുവിശേഷഭാഗത്ത് കണ്ടതുപോലെ മൂടപ്പെട്ട കണ്ണുകളാണ് നമുക്ക്. വിശുദ്ധ കുർബാനയ്ക്ക് പോയാലും നമ്മളാകപ്പാടെ കാണുന്നത് കാസ ബീലാസ, അതിനകത്ത് വീഞ്ഞ് അല്ലെങ്കിൽ അപ്പം, അത്രയുള്ള നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ കണ്ണ് മൂടപ്പെട്ടതാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടെ നമ്മൾ യേശുവിനെ കണ്ട് ആ യേശുവിനെ അനുഭവിച്ചിട്ടാണ് ബലിയർപ്പണം കഴിഞ്ഞ് പോകുന്നത് എങ്കിൽ കാണേണ്ടത് നമ്മൾ കണ്ടു. നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടതല്ല, പ്രകാശമുള്ളതാണ്, ദൈവത്തെ കണ്ട കണ്ണുകളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ അനുഭവത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഇനി നമ്മൾ കാണുകയാണ്, കർത്താവ് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്. നമ്മളൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും അനുഭവം നമുക്കുണ്ടാകാറുണ്ടോ? ഉണ്ടാകുന്നില്ലെങ്കിൽ സംതിങ് റോങ് വിത്ത് അവർ ഹാർട്ട്. ഇവിടെ ഹൃദയത്തിനെന്തോ സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ വായിച്ചാലും നമുക്കൊരു ഫീലൊന്നുമില്ല. ഇനിയും വചനം കേട്ടാലും നമ്മൾ വെറുതെ അത് കേട്ടങ്ങ് പോകുന്നു. അതല്ല, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം, ഹൃദയം തുറക്കപ്പെടണം, മനസ്സ് തുറക്കപ്പെടണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ. അവിടെ നമുക്ക് ഓരോ വചനത്തിലും ദൈവത്തെ കാണാൻ പറ്റും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോ ക്രിസ്ത്യാനിയിലും ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യവും സ്നേഹവും അനുഭവിച്ച് ആത്മാവിൽ ജ്വലിക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കും. അതാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ കാണുകയാണ്. ഈ സംഭവം ഉണ്ടായതുകൊണ്ട് നേരെ ജെറൂസലേമിലേക്ക് അവർ തിരിച്ചു പോകുന്ന കാണാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയെങ്കിൽ, ആത്മീയ ജ്വലനത്തിൽ നിന്ന് അകന്നുപോയെങ്കിൽ, വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയെങ്കിൽ, ഇതുപോലൊരു ദൈവിക ഇടപെടലുണ്ടായാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. കർത്താവ് എപ്പോഴും ആവശ്യപ്പെടുന്നൊരു കാര്യം, ജെറമിയ 3:12-22 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് തെറ്റുപറ്റിയോ, തിരിച്ചു വരിക, തിരിച്ചു വരിക, തിരിച്ചു വന്നാൽ നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കാം എന്നും കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് ജീവിച്ച് മുന്നേറുവാൻ വേണ്ട ആ ഒരു കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.